ചെയ്യേണ്ടത്? ഹജ്ജിന്റെ കൂലി അവിടെ എത്താതെ നാട്ടിൽ നിന്നും സ്വന്തമാക്കാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയും? നല്ലൊരു നെയ്യത്താണ്. അന്നിയ്യത്തു സ്വാദിഖ, സത്യസന്ധമായൊരു നെയ്യത്തിന്റെ ഉടമയാകാൻ നമുക്ക് കഴിയണം. എന്താ അത്? ഒരാൾ ഹജ്ജിന് പോണ സമയത്ത് അല്ലെങ്കിൽ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് പല നന്മകളും ചെയ്യുമ്പോൾ അത് നോക്കി നിൽക്കുന്ന നമ്മുടെ മനസ്സിലുണ്ട്, എന്റെ അടുത്ത് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടായിട്ടും നടക്കാതെ പോകുന്നത് സമ്പത്തില്ലാത്തതുകൊണ്ടല്ലേ. അള്ളാഹു എനിക്കെങ്ങാനും സമ്പത്ത് നൽകിയിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഇതിനേക്കാൾ നേരത്തെ ഞാൻ അവിടെ എത്തുമായിരുന്നു. അള്ളാഹു ഈ ഭാവിയിൽ എനിക്ക് സമ്പത്ത് നൽകുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ എത്തുമെന്ന് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു നെയ്യത്ത് നമുക്കുണ്ടോ സുഹൃത്തുക്കളെ? നെയ്യത്തിന് കൂലിയുണ്ട് എന്ന മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4 ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. 4 ആളുകളുടെ ഒരു മാനസിക നിലവാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരാളുടെ ഗുണം എന്താണെന്നറിയോ? ഒരാളുടെ പ്രത്യേകത ഒരടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് യഥേഷ്ടം കൊടുക്കുകയുണ്ടായി. ഒരാൾക്ക് ഇൽമിനെ അഥവാ അറിവിനെ കൊടുത്തു. അഥവാ ഇന്ന കാര്യം ചെയ്താൽ എന്താണ് ലഭിക്കുക എന്ന് കൃത്യമായി കൊണ്ട് അവനക്ക് അറിയാം. അവന് ഖുത്ബകളിലൂടെ ആ ഇൽമ നേടിയിട്ടുണ്ട്, അവൻ മറ്റു ക്ലാസ്സുകളിലൂടെ ഒക്കെ നേടിയിട്ടുണ്ട്. അവനക്ക് അറിവുണ്ട്, ഒരു ഹജ്ജ് ചെയ്താൽ എന്താണ് ലഭിക്കുക എന്ന അറിവുണ്ട്. പക്ഷേ വലം യർസുഖുഹു മാല, അവനക്ക് എന്തില്ല? സമ്പത്ത് റഹ്മാനായ റബ്ബ് കൊടുത്തിട്ടില്ല. പക്ഷെ അവന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഫഹുവ സാദിഖുൻ നിയ്യ, അവൻ സത്യസന്ധമായ നിയ്യത്തിന്റെ വക്താവാണ്. അവൻ എന്താ പറയണെന്നറിയോ? യഖൂൽ, അവൻ പറയും അത്ര, അല്ലാഹുവിന്റെ റസൂൽ പറയാം, ലൗ അന്നലീ മാലൻ, എനിക്കെങ്ങാനും സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ലഅമിൽതു ബിഅമലി ഫുലാനിൻ, ഇന്ന മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞാനും ചെയ്യുമായിരുന്നു. അല്ലെ, കോടിക്കണക്കിന് രൂപ അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ ചെലവഴിക്കുന്ന ഒരു മുഖ്പിനെ കാണുമ്പോൾ അത് ചെലവഴിച്ചാൽ കിട്ടാവുന്ന എല്ലാ പ്രതിഫലത്തെ കുറിച്ചും എനിക്ക് അറിവുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ ആകെയുള്ള പ്രശ്നം സമ്പത്തില്ല എന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ എനിക്കും ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന ചിന്ത, എന്ന നിയ്യത്ത് സത്യസന്ധമാണെങ്കിൽ ആ മനുഷ്യർക്ക് കിട്ടുന്ന അതേ പ്രതിഫലം ഇവനിക്കും കിട്ടുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറയാ. ഈ 2 പേരുടെയും കൂലി ഒരുപോലെയാണ് എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഫലമ്മ ഫുള്ളിലൽ ഗനിയു ബിഫിഅലിഹി, ഒരു ധനാഢ്യനായ മനുഷ്യൻ അവനക്ക് സമ്പത്ത് കൊടുത്തപ്പോൾ അവൻ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഉന്നതിയിലേക്ക് എത്തുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ, കൂരയിൽ അന്തിയുറങ്ങുന്ന ആ മനുഷ്യനിക്കും ഇതേ പ്രതിഫലത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നു. എങ്ങനെ? ബിനിയ്യതിഹി അസ്സാദിഖ, അവന്റെ സത്യസന്ധമായ നിയ്യത്ത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ ആത്മാർത്ഥമായി കൊണ്ട് കോറിയിടണം. ജീവിതത്തിൽ പടച്ചോനെ ഒരു തവണയെങ്കിലും അവിടെ ചെന്ന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് എനിക്ക് നീ നൽകണേ റബ്ബേ എന്ന ആത്മാർത്ഥമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നതാണ് ഒന്നാമതായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനത്തെ ഒരു നെയ്യത്ത് മനസ്സിൽ കുറിച്ചു വെച്ചൊരു മനുഷ്യനിക്ക് അതിനുള്ള കളം ഒരുങ്ങിയിട്ടില്ലെങ്കിലും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാവരുടെയും കർമ്മങ്ങൾ അവന്റെ നെയ്യത്തിനനുസരിച്ചിട്ടാണ് എന്ന ഇത് പണ്ഡിതന്മാർ നമുക്കൊരു സന്തോഷ വാർത്ത എന്ന നിലക്ക് പറയാണ് സുഹൃത്തുക്കളെ. ലക്ഷങ്ങൾ ചെലവാക്കാതെ നമുക്ക് അതിന്റെ പ്രതിഫലം ഇവിടെ തന്നെ വാങ്ങാൻ കിട്ടുമെന്ന. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ശുഹൂദു മജാലിസിൽ ഇൽമി ഫിൽ മസാജിദ് തഅല്ലുമൻ ഔ തഅലീമാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ 2 അക്ഷരം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ 4 അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളികളിലെ മജ്ലിസുകളിലേക്ക് എത്തുക എന്നതാണ്. പള്ളി എന്തിനാ കൂട്ടരെ? അത് കേവലം ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. പള്ളിന്റെ ഉള്ളിൽ നിന്നും അള്ളാന്റെ ദീന് നുകരാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പള്ളിയെ സമീപിക്കുന്ന വ്യക്തിക്ക് അള്ളാഹ് ഒരു ഹജ്ജിന്റെ കൂലി കൊടുക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹ് റസൂൽ പറയാ, മൻ ഗദാ ഇലൽ മസ്ജിദി,
ആരെങ്കിലും രാവിലെ പള്ളിയിലേക്ക് പോകുന്നു, ലാ യുരീദു ഇല്ലാ അയതഅല്ലമ ഖൈറൻ, അവൻ പോകുമ്പോൾ അവന്റെ ഉദ്ദേശം എന്തും കൂടിയാണെന്ന് അറിയുമോ? ഒരു ഖൈർ പഠിക്കണമെന്നതാണ്, ഒരു നന്മ. ചിലപ്പോൾ 2 ആയത്താകാം, ചിലപ്പോൾ ഒരു അമാലി പരിഭാഷ നമ്മളിങ്ങനെ വായിക്കലാകാം, ചിലപ്പോൾ ഒരു നേർവഴി നമ്മൾ കേൾക്കലാകാം. എന്തോ ആകട്ടെ, എങ്ങനെയാണോ അള്ളാന്റെ ദീനിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു അറിവെങ്കിലും കിട്ടാൻ എന്തൊക്കെ വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ ഉണ്ടെന്ന് പല പള്ളികളിലും ഹദീസ് ക്ലാസ് നടക്കാറുണ്ട്. അല്ലെങ്കിൽ 2 ആയത്ത് സ്ഥിരമായി ഓതി കൊടുക്കുന്ന പള്ളികൾ നമ്മൾ കാണാറുണ്ട്. അതല്ല എങ്കിൽ 5 മിനിറ്റ് പ്രഭാഷണം, പിന്നെ വരുന്ന ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഖുതുബയുടെ കണ്ടന്റ് വെറും 5 മിനിറ്റോട് പാസ് ചെയ്യാൻ പറ്റുന്ന നല്ല സുന്ദരമായ അവസ്ഥകൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ആ പള്ളിയിലേക്ക് വന്നത് അള്ളാന്റെ ദീനും കൂടെ പഠിക്കാനോ അല്ലെങ്കിൽ 4 ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്ന ലക്ഷ്യത്തിന് വേണ്ടി പള്ളിയെ സമീപിക്കുന്ന ഏതൊരാൾക്കും റഹ്മാനായ റബ്ബുൽ ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന. ഇപ്പൊ നമ്മൾ വന്നത് പള്ളിയിലേക്കാണ്. എന്തിനാ വന്നത്? നമ്മൾ നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ വന്നത്, അതിന് മുൻപുള്ള ഒരു ഉത്ബോധനം കേൾക്കാനാണ്. അള്ളാന്റെ ദീനും കൂടെ പഠിക്കാനല്ലേ നമ്മളിവിടെ നേരത്തെ എത്തിയത്. സുഹൃത്തേ, ഈ വരവിനും ഈ ഇരുത്തച്ചിനും ഈ പറച്ചലിനും ഈ കേൾവിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഒരു ഹജ്ജിന്റെ കൂലിയാണെന്ന സന്തോഷ വാർത്ത നമ്മൾ അറിയുക. റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ ഒരു നിയ്യത്ത് ഇതിനൊക്കെ വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ളതാണ് എന്നോടെന്ന പോലെ സൂചിപ്പിക്കുവാനുള്ളത്. 3ാമത്തെ കാര്യവും പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ശുഹൂദുൽ ഫറാഇൽ, ഫർളുകളായ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആദ്യ അവസരത്തിൽ തന്നെ വരിക. ജമാഅത്തൻ ഫിൽ മസാജിദ്, പള്ളികളിൽ പോയി ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കാൻ പ്ലാനിങ് നടത്തി അതിൽ വിജയിച്ച ഓരോ ആളുകളും ഓരോ വഖത്തിലും നേടുന്നത് ഒരു ഹജ്ജിന്റെ കൂലിയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയട്ടെ, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ നിന്ന് തന്നെ പരമാവധി വുളു എടുത്തുകൊണ്ട് വരിക. പ്രവാചകൻ പറയാണ്, ആരാണോ വീട്ടിൽ നിന്നും വുളു എടുത്തു, ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടാൽ ഒന്നും പ്രശ്നമല്ല, പരമാവധി വീട്ടിൽ നിന്ന് വുളു എടുക്കാൻ നമുക്ക് കഴിയുമോ, ഇലാ സ്വലാത്തിൻ മക്തൂബ. എന്തിനാ അവൻ വരുന്നത്? ഫർളായ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഒരു മുഹ്രിമായ മുഅ്തമിറിന്റെയും അതേപോലെ തന്നെ ഒരു ഹജ്ജ് നിർവഹിക്കുന്ന ഒരാളുടെ പ്രതിഫലം ആ മനുഷ്യർക്ക് കിട്ടുമെന്ന്. വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ളുഹാ, ഇനി ആരെങ്കിലും ളുഹ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പള്ളിയിലേക്ക് പോയാലോ, ലാ യുൻസിബുഹു ഇല്ലാ ഇയാ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ. ഒരു ഉംറ നിർവഹിക്കുന്നവന്റെ കൂലി പള്ളിയിൽ വന്ന് 2 റക്അത്തെങ്കിലും മിനിമം ദുഹയുടെ സമയത്ത് വന്ന് നിസ്കരിച്ചു പോകുന്ന ഒരു മനുഷ്യർക്ക് കിട്ടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉംറ നിർവഹിക്കാൻ എത്ര പ്രയാസവും എത്ര സാമ്പത്തിക ചെലവുണ്ട് സുഹൃത്തുക്കളെ, അല്ലേ? പക്ഷെ അത് കൂലി, ആ ഒരു കൂലി നമുക്ക് ഇവിടെ നിന്ന് സമ്പാദിക്കാൻ കിട്ടുമെന്നാണ് പറയണത്. അപ്പൊ ഒരു ജമാഅത്ത് നിസ്കാരം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 5 വഖത്ത് നമ്മൾ വരണ്ടേ? 5 വഖത്ത് വരുമ്പോൾ 5 തവണ ഹജ്ജ് ചെയ്ത കൂലിയാണ്. ഒരു ദിവസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും ഒരു ദിവസം കൊഴിഞ്ഞു പോകുമ്പോൾ അവന്റെ നന്മയുടെ ഹസനാത്തിലേക്ക് 5 ഹജ്ജ് ചെയ്തവന്റെ കൂലി വരുത്തി വെക്കാൻ പ്രിയപ്പെട്ടവരെ ജമാഅത്തിനെ മനസ്സ് തട്ടി സ്വീകരിച്ചവർക്കേ കഴിയും. അതിന് ഒഴിവാക്കുന്ന ആൾ ഒരു ദിവസം നഷ്ടപ്പെടുത്തുന്ന പ്രതിഫലത്തിന്റെ കൂമ്പാരം നമ്മൾ ആലോചിച്ചു. ഒരു വഖത്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടോ നഷ്ടമാണ് സുഹൃത്ത്. ഒരു ഹജ്ജിന്റെ കൂലി പരലോകത്ത് ഗണ്യമായ അളവിൽ കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് എന്നോടെന്ന പോലെ സൂചിപ്പിക്കുവാനുള്ളത്. വീണ്ടും അള്ളാന്റെ റസൂൽ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന കാര്യം പറഞ്ഞത് പള്ളിയിലേക്ക് വരുന്നവരുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതേതാ സമയം അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫഹുവ അദാഉൽ ഫജ്രി ജമാഅത്തൻ ഫിൽ മസ്ജിദ്. എന്താ? പള്ളിയിലേക്ക് രാവിലെ സുബഹിക്ക് വന്നു, എന്നിട്ടോ പിന്നീട് അവൻ ഇരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായി കൊണ്ട് നിർവഹിക്കുകയും സുമ്മ ഖഅദ യദ്കുറുല്ലാഹ തആല ഹത്താ തത്ലു അശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ നിസ്കരിച്ച ഭാഗത്ത് അവൻ ഇരിക്കുകയാണ്. ആ മുസല്ലയിൽ അവൻ അങ്ങനെ ഇരുന്നു. എന്നിട്ടോ ഹത്താ തത്ലു അശംസു സുമ്മ സല്ല റകഅതൈൻ, അവൻ ദിക്റുകളിലും ദുആകളിലും ഒക്കെ ആയിക്കൊണ്ട് ഭൗതിക വിഭവങ്ങളിലേക്ക് ഒന്നും പോകാതെ, വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്നും തുറക്കാതെ അതിനൊക്കെ ഒരു മൂലക്കെട്ട് റബ്ബിലേക്ക് അങ്ങ് അടുത്ത് അവൻ അങ്ങനെ ഇരുന്ന്
ഇരുന്ന് റഹ്മാനായ റബ്ബിന്റെ ദിക്ർ ദുആകളിലായി കഴിച്ചു കൂട്ടി സൂര്യോദയം കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വഉംറത്തിൻ താമത്തിൻ താമത്തിൻ താമ, പരിപൂർണമായ ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി ആ മനുഷ്യനിക്ക് ലഭിക്കുമെന്ന് പ്രവാചകൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ എല്ലാ ദിവസവും കഴിയുന്ന ആളുകളുണ്ടാവും, അവസരങ്ങളുള്ള ആളുകളുണ്ടാവും. അവർ അതിനുവേണ്ടി തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. പക്ഷേ എത്ര വലിയ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്താൽ നടക്കാത്തവരായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ മൈൻഡിൽ അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയായിരുന്നു. അദ്ദേഹം പറയും, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്നാണ്. അല്ലെ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ, പ്രഭാത ഭക്ഷണം എടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴച്ചലും ഒരു ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാകുമല്ലോ. അദ്ദേഹം പറയാണ്, ഞാൻ ഒരു ദിവസം അങ്ങനെ ഇരുന്നിട്ടില്ല എങ്കിൽ എന്തോ ഒരു ക്ഷീണം, ഒരു ആത്മീയമായ ക്ഷീണം എന്നെ ബാധിക്കുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ മുൻഗാമികൾ കൊണ്ടു നടന്നൊരു കാര്യമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദിക്റുല്ലാഹി തആല ബഅദ സ്വലാഹ്. നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ, ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ഒരു 33 തവണ പറയാൻ എന്താണ് നമുക്ക് തടസ്സം? എന്താ തടസ്സം? വല്ല തടസ്സമുണ്ടോ? പക്ഷെ അത് ചെയ്യുന്ന ഒരാൾക്ക് റഹ്മാനായ റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം പ്രിയപ്പെട്ടവരെ ഒരു ഹജ്ജിന്റെ കൂലിയാണ് എന്നതാ. ഇത് എവിടുന്നാ കിട്ടിയെന്നറിയോ? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സാധുക്കളായ ചില പാവപ്പെട്ട സ്വഹാബാക്കൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞ പ്രവാചകരെ, പ്രതിഫലങ്ങളൊക്കെ നല്ല ക്യാഷ് ഉള്ള ആൾ അടിച്ചുകൊണ്ടുണ്ടായിട്ടുണ്ട്. അവരെന്താ യഹജ്ജൂൻ, അവർ ഹജ്ജ് നിർവഹിക്കുന്നു, യഅ്തമിറൂൻ, അവർ ഉംറ നിർവഹിക്കുന്നു. ഞങ്ങൾ സാധുക്കൾ, ഞങ്ങൾ ആഗ്രഹം ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുക എന്നതിനപ്പുറത്തേക്ക് പണമില്ലാത്തതിന്റെ പേരിൽ കഅബാലയത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഹജ്ജ് നിർവഹിക്കാൻ കൊതിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കഴിയുന്നില്ല. ഉംറ നിർവഹിക്കാൻ പൂതിയുണ്ട് എന്നതിനപ്പുറത്തേക്ക് സാധിക്കുന്നില്ല. പ്രവാചകരെ, എന്തുണ്ട് പരിഹാരം? അവരെങ്ങനെ നോക്കിയിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, അലാ ഉഹദ്ദിസുകും, ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇൻ അഖദ്തും അദ്റക്തും മൻ സബഖകും, നിങ്ങളത് സ്വീകരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ എത്തി എന്ന് പറഞ്ഞില്ലേ, ഹജ്ജിന്റെ കൂലി കൊണ്ട്, ഉംറന്റെ കൂലി കൊണ്ട് നിങ്ങളെക്കാൾ മുൻകടന്നു എന്ന് പറഞ്ഞില്ലേ, ഓരൊപ്പം നിങ്ങൾക്ക് എത്താൻ പറ്റും. അവരോടൊപ്പം നിങ്ങൾക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് കിട്ടുന്ന കൂലി നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാനുള്ള അവസരമുണ്ടെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുസബ്ബിഹൂൻ, നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയണം, വതഹ്മദൂൻ, നിങ്ങൾ ഹംദുകൾ പറയണം, വതുകബ്ബിറൂൻ, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയണം. എപ്പോൾ? ഖൽഫ കുല്ലി സ്വലാത്തിൻ 33, എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും 33 തവണ. അത് 33 തവണയാകണം പ്രിയപ്പെട്ടവർ. ഒരു ഓട്ടോമാറ്റിക്കൽ പറച്ചിലായതുകൊണ്ട് കാര്യമില്ല. ആ ഇത്ര സിമ്പിൾ ആയിക്കൊണ്ടത് കൂലി വാങ്ങാനുള്ള അവസരം പടച്ചു തന്നിട്ടും സ്ഥിരമായിക്കൊണ്ട് ജമാഅത്തിൽ വന്നിട്ടും ഈ കൂലി നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. അല്ല, അവരെ നഷ്ടപ്പെടുത്തുന്നതിൽ പിശാച് അങ്ങനെ വിജയിച്ചിട്ടുണ്ട്. ആ സമയത്തായിരിക്കും ഇല്ലാത്ത കോളുകൾ വരിക, ആ സമയത്തായിരിക്കും ഇല്ലാത്ത മെസ്സേജുകൾ ഉണ്ടാകുക, ആ സമയത്തായിരിക്കും നമുക്കൊരു വല്ലാത്തൊരു ധൃതി വരിക. ആരായി ധൃതിക്ക് പിന്നിൽ? ആരായി ബിസിക്ക് പിന്നിൽ? സാക്ഷാൽ പിശാചാണ്. കാരണം അവനെങ്ങാനും ആ 3 മിനിറ്റ് ഉപയോഗപ്പെടുത്തിയാൽ സ്വർഗത്തിൽ അവന്റെ പദവി അവൻ ഉയർത്തുകയാണ്. അത് നഷ്ടപ്പെടുത്തിയാൽ അവനക്കത് നഷ്ടമാണ്. ഇത് നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന പിശാച് നമ്മളെ ട്രാപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും നമ്മളെ പറ്റി ചിന്തിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 6ാമത്തെ കാര്യം എന്താണെന്നറിയോ? റമളാനിലെ ഉംറയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് റമളാനിലെ ഉംറ. ഹജ്ജിന് വരാൻ തടസ്സം നേരിട്ട അൻസാരി സഹോദരിയോട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉംറത്തുൻ ഫീ റമളാൻ തഖ്ലി ഹജ്ജ, നീ എന്താക്കണം? ഉംറയെ പിന്നെ ഫഇദാ കാന റമളാൻ യഅ്തമിരി ഫീഹി, ഫഇദാ കാന റമളാൻ യഅ്തമിരി ഫീഹി, റമളാൻ വന്നാൽ നീ എന്തായിക്കോളെ ഒരു ഉംറ കണ്ട് വന്നാളെ. കാരണം എന്താ? ഫഇന്ന ഉംറതൻ ഫീ റമളാൻ ഹജ്ജത്തുൻ, റമളാൻ മാസത്തിലെ ഒരു ഉംറ അതൊരു ഹജ്ജിന്റെ കൂലിയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും, ഹജ്ജിന് പോകുന്ന ആളുകളെ സഹായിക്കുന്ന ആളുകൾക്കും ഹജ്ജിന്റെ കൂലി ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ പോകാൻ നമ്മൾ എന്തെങ്കിലും കൊടുക്കലാകാം, ചിലപ്പോൾ അദ്ദേഹം പോകുമ്പോൾ വീട്ടിൽ പരാധീനതകളുള്ള ഒരു കുടുംബത്തെ നമ്മൾ ഏറ്റെടുക്കലാകാം.
ഒരു മാസത്തെ ചെലവ് ഞാൻ നോക്കിക്കോളാം, ഹജ്ജിന് പോകാൻ എത്ര ലക്ഷങ്ങൾ ചെലവ്, പക്ഷെ ഒരു കുടുംബത്തെ നോക്കാൻ ആകെ കുറച്ച് പൈസ വേണ്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സഹായത്തിന് അദ്ദേഹത്തിന് കിട്ടുന്ന അതേ കൂലി കിട്ടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, ഒരു ഹജ്ജിന്റെ കൂലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ആത്മാർത്ഥമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് മുൻപിലുള്ള ഈ അവസരങ്ങളെയെല്ലാം നന്നായി ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും ഇത് മാത്രം മതി, അവിടേക്കൊരിക്കലും ഹജ്ജിനോ ഉംറയ്ക്കോ വേണ്ടി യാത്ര തിരിക്കേണ്ടതില്ല, ആ കൂലിയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുമല്ലോ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കുക. അതല്ല ഇവിടെ പറഞ്ഞത്. ഒരു തവണയെങ്കിലും നിർവഹിക്കുക എന്ന നിർബന്ധ ബാധ്യതയാണ്. നമ്മൾ പോയിട്ടില്ല എങ്കിൽ, കഴിവുണ്ടായിട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പടച്ചോൻ പരലോകത്തിൽ നമ്മൾ വിടൂല. അതേസമയം സാധുക്കളായ ഭൂരിഭാഗം പേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം തന്ന് അനുഗ്രഹിച്ചു എന്ന് മാത്രം. അവിടെ പോയാൽ കിട്ടുന്ന അതേ പ്രതിഫലം ഇവിടെ നിന്നും ഈ കർമ്മങ്ങളെ കൊണ്ട് നേടാനുള്ള ഒരു അവസരം നൽകിയത് അത് നമ്മളെ അല്ലാഹു അത്രയും സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തണം എന്റെ അടിമ എന്നുള്ള നിലക്ക് അല്ലാഹു ആഗ്രഹിക്കുന്നു കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഈ അവസരങ്ങളെ എല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഒരു ദിവസം തന്നെ 5, 6, 7, 8 ഒക്കെ ഹജ്ജ് ചെയ്ത കൂലി നമുക്ക് നേടാൻ കഴിയും എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഏറ്റെടുക്കുക. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് തൗഫീഖിന് വേണ്ടി ചോദിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അടിമയിൽ നിന്നും കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ 10 ദിവസം അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണെന്ന് പറഞ്ഞു. അതിലെ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പിന്നെ ദുൽഹിജ്ജ 9 അറഫ ദിവസം എന്ന് പറയുന്നത്. ധാരാളക്കണക്കിന് പ്രത്യേകതകൾ ഈ ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കി. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ വൈജ്ഞാനിക മേഖല കൂടെ ഇതിനനുസരിച്ച് ഉയരേണ്ടതുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാല്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മുടെ ദീന് അള്ളാഹു പൂർത്തിയാക്കി തന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ഇത്. ജൂതന്മാരിത് അറിഞ്ഞപ്പോ പറഞ്ഞ എന്താണെന്നറിയോ? ജൂതന്മാര് വന്നപ്പോ പറയാണ്, ഞങ്ങൾക്കാണ് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അന്നൊരു പെരുന്നാളാക്കി അതിനെ മാറ്റിയെടുക്കുമായിരുന്നു എന്നതാണ്. അന്നത്തെ ദിവസത്തിന് അത്രയേറെ പ്രത്യേകതയുണ്ട് എന്ന്. പക്ഷെ അള്ളാന്റെ റസൂല് അതൊരു പെരുന്നാളിന്റെ ദിവസമാക്കി തന്നിട്ടില്ല എന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് എന്ന് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുക. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച ദിവസം എന്ന് അള്ളാന്റെ റസൂൽ ആയത്ത് പറയുന്നത് അറഫയിൽ വെച്ചാണ്. അപ്പൊ അറഫ ദിവസത്തിന്റെ പ്രത്യേകത അന്നത്തെ അവിടെ വെച്ചാണ് അള്ളാഹുവിന്റെ ദീൻ അവൻ പൂർത്തിയാക്കി തന്നത് എന്ന. മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ മലക്കുകളോട് ഗർവ് പറയുന്നൊരു ദിവസമാണ് അന്നത്തെ ദിവസം. നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും, ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലി അറഫാത്ത് അഹ്ലസ് സമാം. അറഫ മൈതാനിയിൽ സമ്മേളിച്ച ലക്ഷക്കണക്കിന് അടിമകളെ മുന്നിൽ വെച്ച് ആകാശ ലോകത്തിലുള്ള മലക്കുകളോട് പറയുമെന്നാണ്, കണ്ടില്ലേ നിങ്ങൾ എന്റെ അടിമകളെ, അവർ വന്നത് നോക്കൂ നിങ്ങൾ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും വളരെയേറെ കഷ്ടതകൾ സഹിച്ച്, ജടപിടിച്ച മുടിയുമായി, പൊടിപുരണ്ട ശരീരവുമായി, അല്ലെ, ദാഹം സഹിച്ച്, വിശപ്പ് സഹിച്ച്, മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, എല്ലാ ത്യാഗങ്ങളും സഹിച്ച് എന്റെ മുമ്പിൽ അവർ വന്ന് കെഞ്ചി ചോദിക്കുന്നത് കണ്ടോ നിങ്ങൾ എന്ന അടിമകളുടെ വിഷയത്തിൽ അല്ലാഹു ഊറ്റം കൊള്ളുന്ന ഗർവ് കാണിക്കുന്ന ദിവസമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇന്നഹു ലയദ്നു ഹുവ സുമ്മ യുബാഹി ബിഹിമുൽ മലായിക. അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് റഹ്മാനായ റബ്ബ് ഇറങ്ങി വരുമെന്നൊരു സമയം കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? അന്നത്തെ ദിവസമാണ് പിശാച് ഏറ്റവും കൂടുതൽ നിന്ദ്യനായി പോകുന്ന സമയം. നിന്ദ്യനായി പോകുമെന്നാണ് ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇതിനേക്കാൾ ചെറുതായി പോകുന്ന വേറൊരു ദിവസവുമില്ല എന്ന.
അന്നത്തെ ദിവസം പിശാചിന് ദേഷ്യമുള്ള വേറൊരു ദിവസവുമില്ല എന്ന, പിശാച് അങ്ങേറ്റ നിന്ദ്യനായി പോകുന്ന, പിശാച് അങ്ങേ കോപാകുലനായി നിൽക്കുന്ന സമയമാണ്. കാരണം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് പിശാചിന് ഇങ്ങനെയേറെ കോപം ഉണ്ടാകാനുള്ള കാരണം അത്രത്തോളം റഹ്മത്ത് അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് എന്ന. ഇത് അവിടെ സമ്മേളിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല കൂട്ടരെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് ഒരു ചർച്ച ചെയ്യുന്ന എന്തിനാണെന്നറിയോ? അത് അവിടെ പോയ ആളുകൾക്ക് മാത്രമുള്ള ദിവസമല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, അന്നത്തെ ദിവസം സ്ഥലത്തിനും സമയത്തിനും പ്രത്യേകതയുണ്ട്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം രണ്ടും കിട്ടി. അവർ ആ സ്ഥലത്തിലാണുള്ളത്, അവർ ആ സന്ദർഭത്തിലാണുള്ളത്. നമുക്ക് സ്ഥലമില്ല എന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ ആ കാലത്തിലാണുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇരക്കണം നാം അള്ളാഹുവിനോട് ധാരാളം കണക്കിന്. ഈ ഒരു ദിവസം അള്ളാഹു പാപമോചനം നൽകുന്നത് അവിടെ സമ്മേളിച്ച ആളുകൾക്ക് മാത്രമല്ല എന്ന സന്തോഷ വാർത്തയെ പ്രിയപ്പെട്ടവരെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും. നമുക്ക് കൂടെയുള്ള ദിവസമാണ്, അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നാമതായി കൊണ്ട് ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്തേണ്ട നോമ്പ് കൊണ്ട് തന്നെയാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമി യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അയ്യുകഫിറ സനത അല്ലതി ഖബലഹു വസനത അല്ലതി ബഅദഹു. എന്താ പറഞ്ഞേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, 2 വർഷത്തെ ചെറുപാപങ്ങൾ പരിപൂർണമായി കൊണ്ട് വിട്ടുനിൽക്കപ്പെടുന്ന ഒരു ദിവസം, അത് ഈ ദിവസമാണ്. ഒറ്റ ദിവസമേ നാം നോമ്പ് നോക്കിയിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞൊരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു ദിവസത്തെ അഡ്വാൻസ്ഡ് ആയിട്ടും നാം ചെയ്തിട്ട് പോലുമില്ല. പക്ഷെ വന്നാൽ അതുപോലും അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമാണ് എന്ന്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വിശ്വാസികൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് വലിയ തെറ്റൊന്നും ചെയ്യുന്ന ആളുകളായിരിക്കില്ല. പക്ഷേ നമുക്ക് പോലും അറിയാത്ത ഒരുപാട് തിന്മകൾ, ചെറിയ തിന്മകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിങ്ങനെ വന്ന് അത് പൊരുത്തപ്പെടിപ്പിക്കാതെ കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പലതുള്ളി പെരുവെള്ളം കണക്കെ നാളെ പരലോകത്തൊരു വിനയായി മാറുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നമ്മുടെ സ്വർഗപ്രവേശനം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി, നാം ആഗ്രഹിക്കുന്ന നരകമോചനം സാധ്യമാക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്ന ഓഫറിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞായറാഴ്ചത്തെ നോമ്പ് നമ്മൾ ആരും മറക്കരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അന്നത്തെ ദിവസം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ഡിതന്മാർ പറഞ്ഞു, അന്നത്തെ ദിവസം മറ്റൊരു ദിവസവും നാം പ്രാർത്ഥിക്കാത്ത അത്രയും നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും പ്രാർത്ഥനകൾക്ക് നീട്ടിവെക്കേണ്ട സമയമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അത് അറഫ ദിവസത്തെ പ്രാർത്ഥനയാണ്. ഒന്ന് നമ്മൾ നോമ്പുകാരായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അന്നത്തെ ദിവസം നമ്മൾ നിർബന്ധമല്ലെങ്കിൽ നമ്മൾ നോമ്പ് നോക്കും, അല്ലേ? പക്ഷേ അന്ന് പ്രാർത്ഥിക്കാൻ കൂടെ നമ്മൾ സമയം കണ്ടെത്തണം. ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എന്റെ മുൻകാല പ്രവാചകന്മാരൊക്കെ പറഞ്ഞു വെച്ച വാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥന അധികരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മൾ തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനപ്പുറത്ത് നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസുകൾ മുഴുവനും റഹ്മാനായ റബ്ബിനോട് പറയണം. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, അള്ളാന്റെ ദീനിന് വേണ്ടി എല്ലാവിധ ഖൈറുകളും പ്രിയപ്പെട്ടവരെ എരന്നുകൊണ്ടേയിരിക്കേണ്ട സമയമാണത്. വിശിഷ്യ നല്ലൊരു മരണം സിദ്ധിക്കാൻ, ബർസഖിൽ രക്ഷപ്പെടാൻ, പരലോകത്തിലെ ഹിസാബ് ചെറുതായി കിട്ടാൻ, ആ ദിവസത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് കടക്കാൻ, ഇതൊക്കെ നമ്മുടെ അജണ്ടകളിൽ, പ്രാർത്ഥന വേളകളിൽ നാം ബോധപൂർവം കൊണ്ടുവരേണ്ട ഒരു ദിവസമുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഞായറാഴ്ച എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. നല്ല പ്ലാനിംഗ് ഉണ്ടാകണമെന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണത്. മറ്റൊന്ന്, തക്ബീറുകൾ നമുക്ക് എപ്പോഴും ആവർത്തിക്കാമെന്നതാണ്.
അയ്യാമു തശ്രീഖിന്റെ ദുൽഹിജ്ജ 13 അസർ വരെയും അസറിന്റെ അവസാന സമയം വരെയും നമുക്ക് പ്രത്യേകമായും അഥവാ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം നമുക്ക് തക്ബീറുകൾ ചൊല്ലാം. അതേപോലെ തന്നെ ഈ ഒരു സമയത്തെല്ലാം നമുക്ക് തക്ബീറുകൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കാം എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളക്കണക്കിന് നന്മകൾ, ധാരാളക്കണക്കിന് അദ്കാറുകളൊക്കെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയവും സന്ദർഭത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബലി പെരുന്നാൾ എന്ന് പറയുമ്പോൾ സാധാരണ പോലെയല്ല, എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ, അഥവാ നമ്മൾ ഉള്ളതിൽ നല്ലൊരു വസ്ത്രം ഇട്ട് വരണം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം ഉപയോഗിക്കണം. അന്ന് പ്രത്യേകം പെരുന്നാളിന്റെ സുന്നത്തായ കുളിയുണ്ട്. ആ കുളി ജനാബത്തുകാരൻ കുളിക്കുന്നത് പോലെയാണ് കുളി, വെറുതെ ഒരു കുളിയല്ല. നമ്മൾ പിന്നെ ജനാബത്തുകാരനായിട്ടുണ്ട്, വലിയ അശുദ്ധിക്കാരനായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ കുളിക്കുക, അങ്ങനെ തന്നെ പെരുന്നാളിന് വേണ്ടി കുളിച്ചുകൊണ്ട് വരണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകമായിക്കൊണ്ട് ബലിപെരുന്നാളിനെ ശ്രദ്ധിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അഥവാ ചെറിയ പെരുന്നാൾ വല്ലതും കഴിച്ചിട്ട് ഈദ്ഗാഹിലേക്ക് വരലാണ് സുന്നത്തെങ്കിൽ ബലിപെരുന്നാളില് കഴിക്കാതെ വരലാണ് സുന്നത്ത്. ആ സുന്നത്ത് കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുവരണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞ ഉടനെ ഉളുഹിയ്യത്താണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്നത്തെ ഏറ്റവും ഖൈറായ ദിവസം എന്ന യൗമുൻ നഹറാണ്, ഉളുഹിയ്യത്ത് നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ദിവസം അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ സന്തോഷവേളകളെയും അതൊരു ഇബാദത്ത് കൂടെയാണ് എന്ന ബോധ്യത്തോടു കൂടെ തന്നെ സന്തോഷവേളകളിൽ പോലും ധാരാളക്കണക്കിന് നന്മകൾ നേടിയെടുക്കാൻ കഴിവുള്ള പ്രാപ്തരായ അവസരമുള്ള നമ്മൾ ആ നിലയ്ക്ക് തന്നെ ഉപയോഗപ്പെടുത്തുവാൻ സുന്നത്തുകളായ ഇത്തരം കാര്യങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ കാണുക. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവിധ ഖൈറുകളും സ്വീകരിക്കുമാറാകട്ടെ, എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മളെ തടയുമാറാകട്ടെ. ഈ പറയപ്പെട്ട ഗൗരവത്തിലത്തെ ആ ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകളിൽ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ അറഫ ദിവസത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് വന്നിട്ടുള്ള ആളുകൾക്ക് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് സുരക്ഷിതമായി നടയാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഹജ്ജിന്റെ അതേ പ്രതിഫലം കിട്ടുന്ന ധാരാളക്കണക്കിന് സുന്നത്തായ കാര്യങ്ങൾ നീ ഞങ്ങളെ പഠിപ്പിച്ചു. അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ ആ നീയത്തോടു കൂടെ തന്നെ അതൊക്കെ കൺകുളിർമയോടുകൂടെ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. കണ്ണടക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഒരു തവണയെങ്കിലും വരാനും പരിശുദ്ധമായ ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹുവേ നീ നൽകി അതിന്റെ സാധ്യത ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.